ചേച്ചി, ഈ ശിവപാർവതിമാരുടെ സന്നിധിയിൽ വെച്ച് എന്റെ മകളുടെ കല്യാണം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ചെയ്തു തരണേ. ഒരു മിനിറ്റ് അച്ഛാ. അയ്യോ, ഒരുപാട് സന്തോഷം മോളെ. നിങ്ങളുടെ കുടുംബത്തിനെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നീ എന്താ ഇത്രയും പൊട്ടിയായിപ്പോയോ? എന്താ ചേച്ചി പറ്റിയേ? നീ എന്തിനാ അവർക്ക് പൈസ കൊടുത്തേ? എന്താടി ഇത്? അവരുടെ മകളുടെ കല്യാണത്തിനാന്ന് പറഞ്ഞില്ലേ? അവര് പറഞ്ഞ സത്യം നമ്മൾ എങ്ങനെ വിശ്വസിക്കുക? അവരെ നമുക്ക് അറിയൊന്നുമില്ലല്ലോ. കാശുണ്ടാക്കാൻ വേണ്ടിട്ടേ എന്ത് കള്ളും പറയണ കാലാ. ശരി ചേച്ചി, ഇനി ചേച്ചി പറഞ്ഞ പോലെ അവര് കള്ളം തന്നെയാ പറഞ്ഞെന്നിരിക്കട്ടെ. അവരുടെ കയ്യിൽ പണമില്ലാതെ ബുദ്ധിമുട്ടുന്നോണ്ടായിരിക്കില്ലേ കള്ളം പറയുന്നത്. ഒരുപക്ഷെ അവര് പറഞ്ഞത് സത്യമാണെങ്കിലോ? ഏതാ സത്യം ഏതാ നുണയെന്നൊക്കെ നമുക്കറിയാത്തപ്പോ മറ്റുള്ളവരെ ഇങ്ങനെ സംശയിക്കുന്നത് തെറ്റാണ് ചേച്ചി. പാണ്ഡവർ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അശ്വത്ഥാമാവിനെ പറ്റി കള്ളം പറയാൻ ധർമ്മപുത്രനോട് വരെ ആവശ്യപ്പെട്ടു എന്ന് ചേച്ചി കേട്ടിട്ടില്ലേ? അതല്ല അശ്വത്ഥാമാവിനെ കൊലപ്പെടുത്തി നടന്ന സംഭവം തന്നെയാ പറയുന്നതെന്നും ചിലര് പറയുന്നുണ്ട്, കേട്ടിട്ടില്ലേ? ഭഗവാൻ അപ്പ പറഞ്ഞത് സത്യമാണോ നുണയാണോ എന്നതിലല്ല, ലക്ഷ്യം എന്താണ്? ധർമ്മത്തെ സംരക്ഷിക്കുക. മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി കള്ളം പറയുന്നതാണ് ചേച്ചി തെറ്റ്. ഒരു നല്ലതിന് വേണ്ടി 100 കള്ളം പറഞ്ഞാൽ പോലും ഒരു തെറ്റുമില്ല. ഒന്ന് മതിയാക്കുന്ന നിന്റെ ക്ലാസ്. ഇനി പോവാൻ വാ. എനിക്ക് അല്ല ചേച്ചി ഇതെവിടെയാ പോയേ? അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അമ്മേ, ഇനി ഇവളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ എന്റെ അമ്മയാണെന്നുള്ളത് ഞാനങ്ങ് മറക്കും. പ്രീതി ഞാനും തമ്മിൽ സ്നേഹത്തില. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവളെ തന്നെ കല്യാണം കഴിക്കും. എന്താ ചേച്ചി, എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നേ? വഴിപാട് നടത്തുമ്പോ എന്തിനാ അവന്റെ പേര് പറഞ്ഞത്? ചേച്ചി, അവനും നമ്മുടെ കുട്ടിയല്ലേ, അവനെ തള്ളിക്കളയാൻ പറ്റുമോ? എന്റെ വയറ്റിൽ കിടക്കുമ്പോ പോലും അവൻ എനിക്കൊരു സമാധാനം തന്നിട്ടില്ല. അവനിപ്പോ വലുതായപ്പോ നമ്മളെയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ട് പോയില്ലേ ആനന്ദ? ഇപ്പോഴും എന്നെ കരയിപ്പിച്ചോണ്ടിരിക്കുക. അവനാ പ്രേമമല്ലേ വലുത്, നമ്മുടെ സ്നേഹമൊന്നും വേണ്ടല്ലോ. കരയാതിരിക്കും ചേച്ചി. ചെറുപ്രായത്തിലെ കുട്ടികൾ നമ്മുടെ നെഞ്ചത്ത് ചവിട്ടിയ അതിലും നമുക്കൊരു വേദന ഉണ്ടാവില്ല ആനന്ദ. എന്നാൽ അത് മുതിർന്നതിന് ശേഷമാണെങ്കിൽ വേദനയ്ക്കല്ലാതെ പിന്നെ എന്താ ചെയ്യാ? ഇതൊക്കെ എന്തേ നമ്മളോട് അവനൊരു വാക്ക് മുന്നേ പറയാതിരുന്നത്? എന്നെങ്കിലും ഒരു നാള് അവനെല്ലാം മനസ്സിലാക്കും എന്റെ ചേച്ചി. അതൊക്കെ മുകളിലിരിക്കുന്ന ഈശ്വരൻ നോക്കിക്കോളും. ഈശ്വരനോ? ആ ഈശ്വരനുമില്ലേ 2 മക്കള്? എന്റെ ഈ മകനെ പോലൊരു മകൻ അവർക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വേദന എന്താണെന്ന് അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും.
കരയാതെ ചേച്ചി. ചേച്ചി എല്ലാരും ഇവിടെ കാത്തിരിക്കുക. വാ ചേച്ചി. ഹായ്, ഹലോ, നമസ്കാരം. ഞാനാണ് ശരണ്യ. നമ്മുടെ സംസ്കാരം സമ്പ്രദായം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ ദൈവിക ദർശനത്തിന്റെ അടുത്ത ഭാഗമായി ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണെന്നറിയോ? സൗത്ത് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ശിവക്ഷേത്രമായ ശ്രീശൈലം എന്ന പുണ്യസ്ഥലം. വരൂ, അകത്തേക്ക് പോവാം. കണ്ടോ ക്ഷേത്രം എന്ത് ഭംഗിയായിരിക്കുന്നെന്ന്? വരൂ, അകത്തേക്ക് പോയി നോക്കാം. ഈ ഗോപുരത്തിന്റെ പേര് ശിവാജി ഗോപുരം. ശരണ്യ, അമ്പലത്തിന്റെ അകത്ത് എന്തിനാ വീഡിയോ എടുക്കുന്നേ? അമ്മേ, ക്ഷേത്രം മുഴുവൻ എന്റെ യൂട്യൂബ് വ്യൂവേഴ്സിനും കാണിച്ചു കൊടുക്കണ്ടേ? നമ്മൾ എന്തിനാ അമ്പലത്തിൽ വന്നത്? ഭഗവാന്റെ ദർശനത്തിനല്ലേ? ആണല്ലോ. എന്നാ വാ പോവാം. ओम शिवविष्टाय नमः, ओम अंबिकानाथाय नमः, ओम श्रीकंठाय नमः, ओम भक्तवत्सलाय नमः, ओम भवाय नमः, ओम सर्वराय नमः, ओम त्रिलोकेश्वराय नमः, ओम नमः शिवाय. ഈ ഭഗവാന് മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ഭഗവാന് മല്ലികാർജുനൻ എന്നും ഇവിടെ ഇരിക്കുന്ന ഭഗവതിക്ക് ബ്രഹ്മരാംബിക ദേവി എന്നും പേര് വന്നത്. ഇതൊന്ന് പിടിച്ചേ. എന്താടി, മുല്ലപ്പൂ മാത്രം മതി എന്ന് പറഞ്ഞല്ലേ? പിന്നെന്തിനാ അധികമായിട്ട് ചെമ്പരത്തി കൂടെ വെച്ചിരിക്കുന്നേ? മുകളിലേക്ക് വരുമ്പോ ചെടിയുടെ മുകളിലിരുന്ന് എനിക്കും ശിവനെ കാണണമെന്ന് ആ ചെമ്പരത്തിപ്പൂ എന്നോട് പറഞ്ഞതാ. അതുകൊണ്ടാ പറിച്ചോണ്ട് വന്നത്. ഞങ്ങൾ വെച്ച പൂ പോരാഞ്ഞിട്ട് എക്സ്ട്രാ ചെമ്പരത്തി പൂ വെക്കുകയാണോ? ഇങ്ങോട്ട് മാറിക്കൊടുക്ക. നടക്കുമോളെ. കോടിക്കണക്കിന് വഴിപാടുകളുടെ ആവശ്യമില്ല, ലക്ഷക്കണക്കിന് പൂജകളുടെ ആവശ്യമില്ല. അഭിഷേകത്തിനായുള്ള വെള്ളവും ഭസ്മവും മാത്രം മതി. സംതൃപ്തനായി എല്ലാ വരങ്ങളും നൽകുന്ന വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം. ശ്രീശൈലത്തിന്റെ വിശേഷങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അയ്യോ ശിവ, 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 ശിവ. ശിവ, തിരുമേനി, ആ ചെമ്പരത്തി പൂവെന്ന് എനിക്ക് തരുമോ? ഇതാ. സ്വാമി, എന്നേക്കാൾ കൂടുതൽ ചെയ്യുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതാരായിരുന്നാലും ശരി, ഒന്നും വിചാരിക്കരുതേ.
കൊത്തിക്കൊണ്ട് പോയതെങ്കിൽ കുഴപ്പമില്ല. എന്തിനാ ഫോൺ എടുത്തേ? ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് ആണോ? പ്ലീസ് ശിവ, എന്റെ ഫോൺ എനിക്ക് തിരിച്ചു താ പ്ലീസ്. എന്റെ ശിവൻ നല്ല കുട്ടിയല്ലേ? നിനക്ക് വേണ്ടി ഞാനൊരു പാട്ട് വരെ പാടാം. പാട്ട് കേട്ട് എന്റെ ഫോൺ എനിക്ക് തിരിച്ചു തരണം. ഓക്കേ? പച്ചത്തത്തമ്മേ, അമ്മയിടിച്ചോ തത്തമ്മേ, കാട്ടിൽ പോയോ തത്തമ്മേ, പഴം കൊണ്ടുവന്നോ തത്തമ്മേ, കടിച്ചിരുന്നോ തത്തമ്മേ. ഏത് കാലത്തെ പാട്ടായത്? എന്റെ മുത്തശ്ശിയുടെ കാലത്ത് അവരുടെ മുത്തശ്ശി പാടിക്കൊടുത്ത പാട്ടായത്. ഈ പാട്ട് പാടിയിട്ടൊന്നും എന്നെ ഇംപ്രസ് ചെയ്യാൻ പറ്റില്ല. ശരി, അപ്പൊ ഏത് പാട്ടാ പാടണ്ടേ? ശിവ, ഞാനാ പാട്ട് പാടില്ല. നീ വെറുതെ എന്നെ കളിപ്പിക്കല്ലേ. ഇപ്പൊ നിന്റെ വായില് എന്താ ഇരിക്കുന്നറിയോ? ആറ്റം ബോംബ്. ഓ പിന്നെ ആറ്റം ബോംബ് ആണെങ്കിൽ നീ ഇങ്ങനെ കയ്യിൽ വെച്ചോണ്ട് നടക്കുവോ? നീ എന്താ തീവ്രവാദിയാ? അമ്പലത്തിൽ ബോംബ് വെക്കാൻ വന്നതാണോ? സെക്യൂരിറ്റി, സെക്യൂരിറ്റി. ബഹളം വെക്കല്ലേ, ഞാൻ ടെററിസ്റ്റ് ഒന്നുമല്ല. ഇത് വേണമെന്ന് വെച്ചിട്ട് എന്നെ കളിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു കാലത്തെ അമ്മമാരൊക്കെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഈ ഫോണ് കാണിച്ചു കൊടുക്കുമായിരുന്നു. എന്നാ ഇപ്പോഴോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞ അമ്മമാര് എന്നെ ചീത്ത പറയാ. അന്ന് കുട്ടികൾ അറിയാതെ നോക്കിക്കൊണ്ടിരുന്നതാ. ഇപ്പൊ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ലല്ലോ. നോക്ക്, നിന്നേക്ക വയസ്സിന് മൂത്ത ആളാ പറയുന്നേ, മനസ്സിലാക്കിക്കോ. ഇപ്പൊ തന്നെ ഈ മരത്തിൽ നിന്ന് ആ മരത്തിലേക്ക്, ആ മരത്തിൽ നിന്ന് ഈ പാറയിലേക്ക്. സ്വന്തം ഇഷ്ടത്തിനല്ലേ പറക്കുന്നത്, സന്തോഷമായിട്ടല്ലേ ജീവിക്കുന്നത്. പക്ഷെ ഒരു തവണ നീ ആ ഫോണിന് അഡിക്റ്റ് ആയെന്ന് വിചാരിക്ക്, നിന്റെ ലൈഫ് ഗോവിന്ദ. ഫേസ്ബുക്കിന് അടിമയായി പോവും, ട്വിറ്ററിനും അടിമപ്പെടും, ഇൻസ്റ്റാഗ്രാമിൽ കുടുങ്ങിപ്പോയി പടപടപടേന്ന് ശ്വാസം മുട്ടിപ്പോവും. നിന്നോടൊരു രഹസ്യം ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ പക്ഷികളുടെ എല്ലാം വംശനാശം സംഭവിക്കാൻ തന്നെ ഈ ഫോണിന്റെ റേഡിയേഷനാ കാരണം. അറിയോ? അതിപ്പോഴും നിന്റെ കയ്യിലുള്ളത്. അയ്യോ ഞാനില്ലേ. അയ്യോ, എന്റെ ഫോൺ, എന്റെ ഫോൺ. ശിവ, എന്ത് പണിയാ കാണിച്ച ശിവ? ഇക്കാലത്തൊക്കെ ഫോണ് പോയാ ഈ ഭൂമി തന്നെ തലതിരിഞ്ഞു പോയ പോലെയാ. ഭഗവാനെ, എന്റെ ഫോൺ ഒന്ന് തിരിച്ചു വാങ്ങി തരണേ. ತದಿತ ತದ್ಧನತ ತರ್ಗಿಡತಂ 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 ತರ್ಗಿಡತಂ
ആരുടെയോ ഫോണ് ദേ ഇവിടെ കിടന്ന് കിട്ടിയതാ. പാവം, ആരുടെയോ എന്തോ. നീ ഇത് കൊണ്ടുപോയി സെക്യൂരിറ്റിയുടെ കൈ കൊടുക്ക്. ശരി അമ്മേ. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. അത് ചേട്ടാ, ആ പറയൂ സാർ. ആരോ അമ്പലത്തില് ഈ ഫോൺ മറന്നു വെച്ചതാ. ഒന്ന് അനൗൺസ് ചെയ്തിട്ട് ഈ ഫോൺ അവർക്കൊന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ ചെയ്യാം സാർ. വാ വാ, വേഗം വാ. അതാണ് പറയുന്നത്, വെറുതെ അവിടെ എവിടെയും പോയി നിന്ന് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കരുതെന്ന്. മനസ്സിലായോ? ശരി ശരി, ഈ റോപ്പ് വേയിൽ പോയാ ശിവനെ കാണാൻ പറ്റുന്നുണ്ടോന്ന് നോക്കാം. വേഗം കേറ്. ചേട്ടാ, ഒന്ന് പെട്ടെന്ന് വരുവോ? ഒരു പ്രത്യേക അറിയിപ്പ്. അമ്പലത്തിന്റെ പരിസരത്ത് വെച്ച് ഒരു മൊബൈൽ ഫോൺ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഫോണിന് ഒരു ബ്ലൂ കളർ കേസാണ് ഉള്ളത്. യെസ് എന്ന് എഴുതിയിട്ടുമുണ്ട്. ആ പറയുന്നത് നിന്റെ ഫോണിനെ കുറിച്ചാണെന്നാണല്ലോ തോന്നുന്നത്. ആ ചേച്ചി, നമുക്ക് വേഗം അങ്ങോട്ട് പോവാം. ആ പോവാം. അച്ഛാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കെ, ഞങ്ങൾ പോയി ഫോൺ എടുത്തിട്ട് വരാം. വാ. സാർ, നിങ്ങളിപ്പോ അനൗൺസ് ചെയ്തില്ലേ? അത് എന്റെ ഫോണാ സാർ, എന്റെ നഷ്ടപ്പെട്ടതാ. ഈ ഫോൺ നിങ്ങളുടെയാണോ? അത് സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കുക? അത് ഈ ശരണ്യയുടെ ഫോൺ തന്നെയാണ് ചേട്ടാ. സംശയം ഉണ്ടെങ്കിൽ അതിന്റെ പുറകിലൊന്ന് നോക്ക്. എസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇവളുടെ പേരാണ് ശരണ്യ, അതാണ് എസ്. യെസ് എന്ന് വെച്ച ശരണ്യെന്ന് മാത്രമല്ലല്ലോ, സാവിത്രി, ശിവാനി എന്നൊക്കെ ആയിക്കൂടെ? അല്ല സാർ, അത് എന്റെ ഫോൺ തന്നെയാ. ഞാനൊരു യൂട്യൂബറാ. വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ശിവൻ എടുത്തോണ്ട് പോയതാ. നിങ്ങൾ യൂട്യൂബറാണോ? വീഡിയോസ് ഒക്കെ എടുക്കുവോ? ആ അതെ. ഓ അത് ശരി. എനിക്കൊരു ചാനലുണ്ട്. എരുമയോട് എങ്ങനെ പെരുമാറണമെന്ന് എന്റെ ഭാര്യയും സെക്യൂരിറ്റി ജോലി എങ്ങനെ ചെയ്യണമെന്ന് ഞാനും കണ്ടന്റാക്കി വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഏയ്, എന്താ തമാശ കളിക്കണോ? ഫോൺ ഞങ്ങളുടെയാണെന്ന് പറഞ്ഞതല്ലേ. ചേച്ചി ഒഴിവാക്ക്. ഫോണിന്റെ ലോക്ക് ഓപ്പൺ ചെയ്താ എന്റെ ആണെന്ന് വിശ്വസിക്കാലോ അല്ലേ? ആ ഫോണൊന്ന് എന്റെ നേരെ തിരിച്ചേ. ഹേയ് ഡൂഡ്. യെസ് ബോസ്. നെക്സ്റ്റ് വേർഡ്. ശരണ്യ, നമ്മുടെ സംസ്കാരം സമ്പ്രദായം ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. റെക്കഗ്നൈസ്. ഓപ്പൺ ആയി കണ്ടല്ലോ. ഓക്കെ ശരി ശരി.